ഇതെന്ത് സംഭവം എന്നറിയാമോ? പുക കൊടുക്കുക. പുക എടുക്കുന്ന എന്തിനാന്ന് കാണിച്ചു തരാം. ഇതൊക്കെ മുന്തിരി വള്ളിയാണ്. മുന്തിരി വള്ളിയുണ്ട്, കോവയ്ക്കാടെ വള്ളി കിടപ്പുണ്ട്. കോവയ്ക്ക കുറേയൊക്കെ പിടിച്ച് കുറേയൊക്കെ പിച്ചി. ഇത് കണ്ട, ഇതിനകത്തൊക്കെ പ്രാണികളും മുഞ്ഞ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ നമുക്ക് മുൻകൂട്ടി ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഇത്, പുക കൊടുക്കുന്നത്. നമ്മളല്ലാതെ മരുന്നടിക്കാറുണ്ട്. മരുന്നടിക്കുന്നതെന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ മേടിച്ച് വെച്ചിട്ടുണ്ട്. വേപ്പെണ്ണയും വെളുത്തുള്ളിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങനൊന്ന് പുക കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ. ഈ മുരിങ്ങയുടെ ചുവട്ടിലൊക്കെ നമ്മൾ പുക കൊടുക്കുന്നത് നല്ലതാണ്. എപ്പോഴും കൊടുക്കണ്ട. ഈ ചില സമയങ്ങളിൽ മുരിങ്ങയ്ക്കൊക്കെ ഒരു പുഴു കയറാൻ സാധ്യതയുണ്ട്. അപ്പം അന്നേരം നമ്മൾ മുൻകൂട്ടി ഇത് ചെയ്ത് കൊടുക്കുക. വലിയ മുരിങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്നടിക്കാൻ പറ്റത്തില്ലല്ലേ. അന്നേരം നമുക്ക് ഇച്ചിരി പുക ഇട്ട് കൊടുത്താൽ നല്ലതാണ്. തീ ആവരുത്, പുക മാത്രമേ ആവാവൂ. തീ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തീയായിട്ട് വരുന്നെങ്കിൽ ഇച്ചിരി പച്ച പോച്ചയോ എന്തെങ്കിലുമൊക്കെ പിച്ചി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് തീ മാറി പുകയായിട്ട് നല്ല പുക കിട്ടും. ഇതൊക്കെ എൻ്റെ വീട്ടിലെ പച്ചമുളകാണ്. 2 ദിവസം ഇതിനകത്തോട്ട് ശ്രദ്ധിച്ചില്ല. കടയിൽ കച്ചവടവും ഓണവും ഒക്കെ ഉള്ള തിരക്കിലൊക്കെ അകപ്പെട്ടു പോയി. അതുകൊണ്ട് ഇതിനകത്തോട്ടൊന്നും വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. ഇത് സപ്പോട്ട, ചിക്കു എന്നും വിളിക്കും. 5 വർഷങ്ങൾക്ക് മുമ്പ് 250 രൂപ മുടക്കി നമ്മൾ മേടിച്ച് വെച്ച തൈയാണ്. ഉണ്ട്, ഇഷ്ടം പോലെ പിടിക്കും. ഇതിന് സീസണില്ലല്ലോ, എപ്പോഴും ഇതിനകത്ത് കാ കാണും. 250 രൂപ മുടക്കി നമ്മൾ തൈ മേടിച്ച് വെച്ച് 25,000 രൂപയുടെ സപ്പോട്ട എങ്കിലും നമ്മളിപ്പം പിച്ചി ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ ഒരു തൈ നിങ്ങളെല്ലാവരും വീട്ടിൽ മേടിച്ച് വെക്കണം. എപ്പോഴും ഇതിനകത്ത് കാ കാണും. ഇത് വെണ്ട, ഇത് മരവെണ്ടയെന്ന് പറയും. ഇത് ഞാൻ 1 വർഷം കൊണ്ട് ഈ വെണ്ടയ്ക്ക നമ്മൾ ഇതിൽ നിന്ന് പിച്ചുന്നുണ്ട്. ഇഷ്ടംപോലെ പിടിക്കുക. പിന്നെ സാധാ വെണ്ടയുണ്ട്, അത് നമുക്ക് കുറച്ച് നാൾ പിടിച്ചിട്ട് അതങ്ങ് നശിച്ചു പോകും പെട്ടെന്ന്. ഇത് 4 വർഷമൊക്കെ ഇത് നിൽക്കുമെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല. ഞാൻ 1 വർഷം കൊണ്ട് ഇത് പിച്ചി ഉപയോഗിക്കുന്നുണ്ട്. താണ്ട ഇതാ സാധാ വെണ്ട. ഇത് ഞാനൊരു 2 മാസം കൊണ്ട് ഉപയോഗിക്കുന്നു ഈ വെണ്ട. ഇത് പെട്ടെന്ന് പിടിച്ച് പെട്ടെന്നങ്ങ് തീരും. കണ്ട, ഇതിപ്പോൾ ഇലയില്ല, ഇതിപ്പം വെണ്ട മാത്രമേ ഉള്ളൂ മുകളിൽ. എനിക്ക് തോന്നുന്നത് വെണ്ടയ്ക്ക പിടിച്ചത് തീരാറായി. കണ്ട, എൻ്റെ വീട്ടിലെ ചെടിയും ഇതുമൊക്കെ ഞാൻ ഇതാണ് വെക്കുന്നത്. ഇതാകുമ്പം നമുക്ക് കഴിക്കുകയും ചെയ്യാം. വീട്ടിൽ പൂത്ത് നിൽക്കുമ്പം അത് കാണാനൊരു ഭംഗിയുണ്ട്. ഒരു മൂട് പരീക്ഷണത്തിനായിട്ട് എനിക്ക് നോക്കണം. ഞാൻ വിചാരിച്ച് ചെവിട് കൊണ്ടൊന്ന് മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. മുറിച്ച് കൊടുക്കുമ്പം പൊട്ടിക്കിളിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പം വെണ്ടയായിട്ട് വരുന്നെങ്കിലോ. ബാക്കിയെല്ലാം പിഴുതിട്ട് നമുക്ക് പുതിയത് വെച്ച് പിടിപ്പിക്കണം. ഇനി ഇതിൽ നിന്ന് തന്നെ വിത്തെടുക്കണം. വിത്തെടുത്ത് വേറെ വെച്ച് പിടിപ്പിക്കണം. ഇതിനെയൊക്കെ പൂവും കായും ഒക്കെ നോക്കി കണ്ട, ഒരു മൂട്ടിലെ മണ്ടയിൽ ആ വെണ്ടയ്ക്ക നിൽക്കുന്നുണ്ട. ഇത് അമ്പഴങ്ങയാണ്. ഇത് സീസൺ ഇല്ലാതെ എപ്പോഴും കാണും. പക്ഷേ കൂടുതൽ സ്ഥലം ഉള്ളവർ മാത്രം ഈ അമ്പഴങ്ങ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇത് വലിയ ഉപയോഗമൊന്നുമില്ല. എപ്പോഴും കാ ഉണ്ട്. പക്ഷേ ഇതിന് പകരം നമുക്ക് വേറെ ഒരുപാട് നല്ല ഇനം മരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇത് മാങ്ങ നമ്മൾ തിന്നുന്ന ആ ഒരു ടേസ്റ്റ് മാത്രമേ ഇതിനുള്ളൂ. ഇതിന് നമ്മൾ കഴിക്കാനൊരു മധുരമോ ഒരു രസമോ പുളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വലിയ ഇതൊന്നും പറയാനൊന്നും ഇല്ല. അപ്പം നിങ്ങൾ സ്ഥലം കൂടുതലുള്ളവർ മാത്രം അമ്പഴങ്ങ വെച്ച് പിടിപ്പിക്കുക. അല്ലെങ്കിൽ പിന്നെ പാഴാണത്. വേറെ എന്തെങ്കിലും ഒരുപാട് ഐറ്റങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കുക ആ സ്ഥാനത്ത്. ഇത് പിന്നെ ഞാൻ അച്ചാറിടാറുണ്ട്. പിന്നെ കറിക്കൊക്കെ മാങ്ങയ്ക്ക് പകരം പിച്ചി ഇടാറുണ്ട്. അത്രയേ ഉള്ളൂ. സപ്പോട്ട ആക്കാൻ 2-3 ഐറ്റം ഉണ്ട്. ഇപ്പം നല്ല മധുരമാണ്, ബനാന സപ്പോട്ട. പക്ഷേ ഇത് അത്രയും നീളം അങ്ങോട്ട് വരുന്നില്ല. എന്നാൽ സാധാ സപ്പോട്ടയല്ല, അത് നല്ല മധുരമുള്ള സപ്പോട്ടയ്ക്കായ ഇഷ്ടം പോലെ പിച്ചുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെ വീട്ടിലും ഇത് 1 മൂട് വെച്ച് പിടിപ്പിക്കണം.
കുറച്ച് പച്ചമുളകും കൂടെ പിച്ചി എടുക്കാം. ഇന്നത്തെ വിളവെടുപ്പ് ഇതാവട്ടെ. എന്തു ഭംഗിയാണ് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ. നമ്മൾ ചെടി വെച്ച് പിടിപ്പിക്കുന്നതിന് പകരം നമ്മൾ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ കാണാനും ഭംഗിയാണ്. നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. പാചകത്തിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇഷ്ടം പോലെ പച്ചമുളകുണ്ട് ഇതിനകത്ത്. വിഷമില്ലാത്ത പച്ചക്കറികൾ കൂട്ടാമല്ലോ. ഇത് ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു പ്രയോജനം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് കാണിക്കുന്നത്. ഞാൻ അന്നേരം ഒന്ന് എടുത്ത് നിങ്ങളെയൊക്കെ കാണിക്കാൻ തോന്നി. ഇന്നത്തെ നമ്മളെ വിളവെടുപ്പാണ് രാവിലത്തെ. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. നമ്മുടെ വിളവെടുപ്പ് ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കണ്ട മുറ്റത്ത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് പൂത്ത് നിൽക്കുന്ന വെണ്ടയുടെ പൂക്കളാണ് ഇതൊക്കെ. നിങ്ങളെല്ലാവരുടെ വീട്ടിലും വെച്ച് പിടിപ്പിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം.